ഹായ് ഗേസ്, അപ്പം ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ഒരു കടലിൻ്റെ അടിയിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഏകദേശം അതുപോലെയുള്ള ഒരു സെറ്റപ്പിലാണ് ഞാനിപ്പോൾ ഇന്നുള്ളത്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ദുബായ് മാളിനുള്ളിൽ അക്വേറിയം ഉണ്ട്. അക്വേറിയം അണ്ടർ വാട്ടർ സൂ ഉണ്ട്. മാളിന് നടുക്ക് വലിയൊരു കടൽ പോലെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൽ ടണലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടണൽ വഴിയാണ് നമുക്ക് പോകുന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വേറൊരു ലോകമാണ് ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ. കടലിനുള്ളിൽ കാണുന്ന പലതരത്തിലുള്ള ജീവികളെല്ലാം ഇവർ ഇതിനകത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതും ദുബായ് ഒരു മാളാണ്. അതിൻ്റെ നടുക്കാണ് ഇവർ ഈ അക്വേറിയം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. അപ്പോൾ ഇതാ നമ്മൾ അക്വേറിയത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഒരുപാട് മീനുകളാണ് നമുക്ക് ചുറ്റുമുള്ള. അപ്പം നമുക്കിവിടെ എൻട്രൻസ് ഫീ ആയിട്ടൊരു 245 ദിർഹം വരുന്നുണ്ട്. അതായത് നാട്ടിലെ ഒരു 4500 രൂപ അത്ര ഏകദേശം ആ ഒരു പൈസ വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് ഇവർ വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വഴി തെറ്റായിരിക്കാൻ വേണ്ടി ഇവർ ചെറിയൊരു കാൽപാദത്തിൻ്റെ അടയാളമൊക്കെ ഇങ്ങനെ, എന്ത് കാൽപാദമാണെന്നറിയില്ല, കറക്റ്റ് അവർ ഇതിൽ ഒരു വഴി പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വഴി ഫോളോ ചെയ്ത് പോയാൽ മതി. കറക്റ്റായിട്ട് വഴി തെറ്റാതെ നമുക്ക് പോകാൻ പറ്റും ഗേസ്. അപ്പോൾ നമ്മൾ ഇത് മറ്റേ കൊള്ള സംഘത്തിൽ പോകുന്ന പോലെ ഉണ്ട്, ഏതോ വഴിയൊക്കെ പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ അക്വേറിയത്തിൻ്റെ മെയിൻ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഒരു ജാക്കറ്റ് തരും. ഈ ജാക്കറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം ഗൈസ്, നമുക്കിതാ താഴേക്ക് മെയിൻ സ്ഥലത്തേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ സൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇതിനുള്ളിലുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിതാ അണ്ടർ വാട്ടർ സൂവിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ ഒരു ബോട്ട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇതിലൂടെ പോകണം. ഈ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഗ്ലാസ് വെച്ചാണ് അതിൻ്റെ അടിഭാഗം തീർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതിനകത്ത് ഇറങ്ങാനായിട്ട് കുറച്ച് പേടി തോന്നും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയാണിപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ കാല്. ഇവർ ഈ അടിഭാഗം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഗ്ലാസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോഴേക്കൊരു പേടി വരും. കാരണം വെള്ളത്തിലോട്ട് വീണു പോകുമെന്നുള്ളൊരു പേടി വരും. പക്ഷേ വളരെ സേഫാണ് കേട്ടോ. വളരെ സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതിനുള്ളിൽ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഗൈസ്, നിങ്ങളിത് നോക്കൂ, താഴെ മൊത്തം വലിയ ആഴത്തിലൊരു കടൽ സെറ്റപ്പാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ ആയിട്ടാണ് ഇവർ പോകുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതേന്ന് കയറാനും ഇറങ്ങാൻ ഈ ചില്ലിപ്പോൾ പൊട്ടി വീഴുമെന്ന് പേടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോട്ടിലുള്ള അണ്ടർ വാട്ടർ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇതിന് മേലെ ഇനിയും വേറെ സെക്ഷൻ ഉണ്ട്. അങ്ങനെ 2-3 ഫ്ലോർ പോലെയാണ് ഇവർ ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഏതോ ഒരു വലിയ ഫിഷ് പോകുന്നുണ്ട്. അപ്പം എൻ്റെ പുറകിലും അതുപോലെ തന്നെ മുകളിലും എല്ലാം ഞാൻ കാണിച്ചു തരാം. മുകളിലും എല്ലാം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാണ്. വലിയൊരു ഫിഷിൻ്റെ കൂട്ടമാണ് കേട്ടോ ഇത്. ഗൈസ്, നിങ്ങൾ ഈ മിഷൻ കണ്ട, ഈ മിഷനിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷുകളെക്കുറിച്ചുള്ള ഡീറ്റെയിലാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് കേൾവി ശക്തിയും അതുപോലെ തന്നെ കണ്ണിൻ്റെ പവറും വെച്ച് സഞ്ചരിക്കുന്ന ഫിഷുകളും, അതുപോലെ വൈബ്രേഷൻ കൊണ്ട് ഇരകളെ കണ്ടെത്തുന്ന ഫിഷുകളും, അതുപോലെ സ്മെല്ല് ചെയ്തിട്ട് ഇരകളെ കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള കഴിവുകളുള്ള ഫിഷ്, അതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഫിഷ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഉദാഹരണത്തിന് സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഫിഷുകൾ എന്നുള്ളത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്മെല്ല് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഡീറ്റെയിലുകൾ ഇവിടെ വരും. ഫിഷിൻ്റെ ഡീറ്റെയിൽ വളരെ VFX സെറ്റപ്പിൽ ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫിഷിൻ്റെ ഡീറ്റെയിലും എന്താണ് ആ ഫിഷ് എങ്ങനെയാണ് അതിൻ്റെ ഇര പിടിക്കുന്നതെന്നും അതുപോലെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും സകല ഡീറ്റെയിലും ഇവർ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ എല്ലാ ഫിഷിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇവരൊരു LED സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഇത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ചെറിയൊരു ഫോറസ്റ്റ് ഇവർ ഇതിനുള്ളിൽ ഈ അക്വേറിയത്തിനുള്ളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫോറസ്റ്റിനുള്ളിൽ കാണുന്ന പോലെ പാരറ്റുകൾ, അതുപോലെ തന്നെ നീർനായ്ക്കൾ, അതുപോലെ പല മത്സ്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ലൈക്ക് നമ്മളൊരു കാടിൽ പോയ പോലെ ഉണ്ട്, കാടിൻ്റെ നടുക്ക് പോയ പോലെ ഉണ്ട്. അതേ സെറ്റപ്പാണ്, അതേ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഗൈഡ് ഇതിനെക്കുറിച്ചുള്ള ഈ ഫിഷുകൾ എന്ത് തരം ഫിഷുകളാണ് എന്നുള്ള ഡീറ്റെയിലൊക്കെ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിത് കണ്ടോ, ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഇവിടെ വലിയൊരു പാരറ്റ് ഉണ്ട്. അപ്പോൾ ആ പാരറ്റിനെ വെച്ചിട്ടാണ് ഇവർ ഫോട്ടോ എടുക്കുന്നത്. ഹലോ ഗൈസ്, നിങ്ങൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടെ ഇവർ ഈ അക്വേറിയം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അക്വേറിയം കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കാട് കൂടെ, ഒരു ജംഗിൾ കൂടെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ, നമ്മളൊരു ഗ്ലാസിൻ്റെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും. കാരണം എന്താ വെച്ചാൽ താഴെ മൊത്തം അക്വേറിയമാണ്. അക്വേറിയം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ശീലിച്ച ചെറിയ അക്വേറിയമൊന്നുമല്ല, വലിയ കടൽ പോലത്തെ. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ താഴ്ഭാഗത്ത് മൊത്തം അക്വേറിയമാണ്. ഇത് ചില്ല് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫ്ലോറാണ്. ഇതിനടിയിൽ വലിയ വലിയ മീനുകളും അതുപോലെ വലിയ ആഴത്തിലാണ് കേട്ടോ ഈ അക്വേറിയം ഉള്ളത്. ഗൈസ്, നമ്മുടെ പെൻഗിൻ കൂട്ടങ്ങളാണ് കേട്ടോ. കുറച്ച് പേര് ഉറങ്ങുവാണ്, കുറച്ച് പേര് അവിടെ ഡാൻസ് കളിക്കുന്നു, കുറച്ച് പേര് റെസ്റ്റ് എടുക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ, വളരെ ക്യൂട്ടായിട്ടുള്ള പെൻഗിനുകളാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റൊരു കാഴ്ചയിലോട്ട് പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ചുറ്റും വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ നടുക്കോട്ടാണ് നമ്മൾ പോകുന്നത്. ചുറ്റും മീനുകളാണ്. ഞാനിവിടെ വന്നപ്പോൾ സെക്യൂരിറ്റി കുറച്ച് ഫിഷിൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫുഡ് ഇതിനിട്ട് കൊടുത്ത് നോക്കാം. ഞാൻ ഫുഡ് ഇടാൻ പോവാണ്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാനിതാ അതായത് അക്വേറിയത്തിൻ്റെ നടുക്കാണുള്ളത്. അതായത് നമ്മുടെ ചുറ്റും വെള്ളമാണ്, അതുപോലെ തന്നെ അതിൽ നിറയെ ഫിഷുകളുമാണ്. ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ചുറ്റും ഇങ്ങനെ ഫിഷ് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വലിയ വലിയ ഫിഷാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവിടെ എത്തിക്കൊന്ന് വിസിറ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്ന സാധനം. നിങ്ങൾ ഈ കാണുന്നത് ബാംബു ഷാർക്കിൻ്റെ മുട്ടയാണ്.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരിതാണ്. അത് കഴിഞ്ഞിട്ട് ഈ മുട്ട വിരിയുന്നിടം വരെയുള്ള ഒരു പ്രോസസ്സാണ് ഇതിലുള്ളത്. 1 2 3 4 5 6 പ്രോസസ്സ് മീൻസ് 6 ഘട്ടങ്ങളാണ് ഈ മുട്ട വിരിയുന്നത്. ഇതാണ് ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും. ഇതാ ഈ മുട്ടയ്ക്കുള്ളിൽ ജീവനുണ്ട്. ഷെർക്കിൻ്റെ കുഞ്ഞ് ഏകദേശം രൂപമെടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ അനക്കങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ തന്നെ കാണാൻ പറ്റും. ആ മുട്ട വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ ഇവിടുത്തെ ആൾക്കാർ, സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇത് നോക്കി നടത്തുന്ന ആൾക്കാർ ആ മുട്ട വിരിഞ്ഞ പാടെ ഇതിലേക്ക് മറ്റൊരു അക്വേറിയത്തിലേക്ക്, ചെറിയ അക്വേറിയത്തിലോട്ട് മാറ്റും. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ പുറകിലുള്ള ഈ മുതൽ ഏതാന്ന് മനസ്സിലായോ? ഒരു 1.5 ക്രോക്കോഡിലാണ് കേട്ടോ. ഇവന്മാരൊരു ഭയങ്കര സംഭവം കേട്ടോ. പല കളറുകൾ ടപ്പേ എന്ന് പറഞ്ഞിട്ട് മാറുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഏകദേശം എല്ലാ കാഴ്ചകളും കണ്ടു പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ ദുബായ് മാളിലാണ് ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 250 ദിർഹം ആണ് ഇവിടെ എൻട്രൻസ് ഫീസായിട്ട് മേടിക്കുന്നവർ. എങ്കിലും അത് നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം അത്രത്തോളം മനോഹരമായ കാഴ്ചകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.